യാത്ര, പുത്തനുണർവിൻ യാത്ര, വചന വഴിയെ ഹൃദയവയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് റാസഖേമയിലെ സെയിൻറ്റ് ആന്റണീസ് ദേവാലയത്തിലാണ്. സുന്ദരവും ശാന്തവും വിശാലവുമായ ദേവാലയം. ആ ദേവാലയത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കറിയാം. UAE-യുടെ വടക്കൻ എമിറേറ്റായ റാസൽ ഖൈമയിലൂടെയാണ് ഇപ്പോൾ നാം നീങ്ങുന്നത്. വലിയ പാറക്കെട്ടുകളാൽ പർവ്വതം തീർത്ത ഈ പ്രദേശം വളരെ ദൃശ്യഭംഗിയുള്ളതാണ്. ഒരു വശം കടലും മറ്റ് 3 വശങ്ങൾ പാറനിരകളും. കൊത്തി ഭംഗിയാക്കിയ ശില്പഭംഗി. ഇത് ദൈവത്തിന്റെ സ്വന്തം ശില്പം. ഈ മനോഹാരിതയ്ക്ക് ഇരട്ടി മധുരമേകുന്നു ഇവിടുത്തെ വിശുദ്ധ അന്തോണിയുടെ ദേവാലയം. സുന്ദരവും വിസ്തൃതവും UAE-യിലെ തന്നെ ഏറ്റവും വലുതുമായ ദേവാലയം. വിവിധ രാജ്യക്കാരും ഭാഷക്കാരും ഒരു മനസ്സോടെ ഒന്നിക്കുന്ന ഈ ദേവാലയം എത്ര മനോഹരമാണെന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. ഇത് മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയാണ്. പ്രവാസികൾക്കായി ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനം. ഏകദേശം 2000 വിശ്വാസികൾക്ക് ഇരിക്കാവുന്ന പള്ളിയുടെ അങ്കണവും വലിയ പാർക്കിംഗ് സൗകര്യവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ അന്തോണിയുടെ രൂപം മുന്നിൽ തന്നെ കാണാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഗ്രോട്ടോ എല്ലാവർക്കും തണലായി നിൽക്കുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഇരുനില സംവിധാനമാണുള്ളത്. ദേവാലയത്തിലെ ഓരോ പണികളും ഒത്തിരി ആകർഷണീയവും മനോഹരവുമാണ്. മദ്ബഹ ശ്രേഷ്ഠത വിളിച്ചോതുന്നു. കന്യാമറിയത്തിന്റെ മുമ്പിൽ മക്കൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നു. അൾത്താരയിൽ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആകെ കൂടി ഈ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങുവാൻ പോലും തോന്നാത്തത്ര ഒരു ശാന്തതയും ദൈവിക സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിൻ്റെ
അടുത്തൊരു എപ്പിസോഡിലേക്ക് ശാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നായിരിക്കുന്നത് UAE വടക്കേ എമിറേറ്റ്സായ റാസൽ ഖൈമയിലെ സെൻറ്റ് ആൻ്റണീസ് ഓഫ് പാദുവ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിലെ വികാരി അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശിംശാരിക്കട്ടെ അച്ഛ. അച്ഛൻ്റെ പേരും അച്ഛൻ്റെ നാടും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് തോമസ്, വീട്ടുപേര് അമ്പാട്ടുകുഴിയിൽ, നാട് പാലാരൂപതയിലുള്ള ചേർപ്പങ്ങളുടെ വകയാണ് എൻ്റേത്. ഞാനൊരു മിഷണറി ആയിട്ട് ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആന്ധ്രയിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഈ UAE വരുന്നത്. UAE വന്നിട്ട് ഇപ്പോൾ 8 വർഷമാകുന്നു. ആദ്യം ഒരു 3 വർഷം ഞാൻ അബുദാബിയിലുണ്ടായിരുന്നു. അതിനുശേഷം റാസൽ ഖൈമയ്ക്ക് വന്നു. ഇവിടെ വന്ന് ഒരു മറ്റുള്ള ഇടവകയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ഇടവകയായിരുന്നു. ചെറിയൊരു പള്ളി, ടൗണിൻ്റെ നടുക്ക്, പല ഭാഷയിലുള്ള കുർബാന എല്ലാ ദിവസവും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ ഈ പുതിയ സ്ഥലത്തോട്ട് മാറുകയും പുതിയ ദേവാലയം ഇവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. മറ്റുള്ള ഇടവകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടവകയാണ്. ഏതാണ്ടൊരു 10,000 ആൾക്കാരോളം നമ്മൾക്കുണ്ട്. പല ഭാഷക്കാർ, പല രാജ്യക്കാർ. ഏതാണ്ടൊരു 7-8 ഭാഷയിലുള്ള കുർബാന ഇവിടെ എല്ലാ മാസവും നടക്കാറുണ്ട്, എല്ലാ ആഴ്ചയിലും തന്നെ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ്, പിന്നെ എല്ലാ ആഴ്ചയിലും മലയാളത്തിലുള്ള കുർബാനയുണ്ട്. ലാറ്റിൻ മലയാളം, സീറോ മലബാർ കുർബാന, മലങ്കര കുർബാന, പിന്നെ അറബിക്ക്, ഫിലിപ്പീനോ ഭാഷയിലുള്ള തഗ്ലോഗ് ഭാഷയിലുള്ള കുർബാന എല്ലാ ആഴ്ചയിലും. അറബിക്ക് മാത്രമല്ല, പിന്നെ ജർമ്മൻ കുർബാനയുണ്ട്, തമിഴ്, കൊങ്കണി, ഇങ്ങനെ 5-8 ഭാഷയിലുള്ള കുർബാന ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. അച്ഛനപ്പോൾ പട്ടം കിട്ടി 30 വർഷക്കാലം ആന്ധ്രയിൽ തന്നെയായിരുന്നു മിഷണറിയായിട്ട്. അച്ഛൻ ആന്ധ്രയിൽ നിന്നും ആദ്യമായിട്ട് UAE എമിറേറ്റ്സിലേക്ക് വന്നപ്പോൾ അച്ഛൻ ഇത്രയും മനോഹരമായൊരു ദേവാലയം ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഇവിടെ പൂർത്തിയാക്കിയതായിട്ടെല്ലാം കാണാൻ സാധിക്കുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഈ മണലാരണ്യത്തിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ 30 വർഷക്കാലം അച്ഛൻ്റെ ആയുസിൻ്റെ പകുതിയും പിന്നിട്ട ശേഷമാണ് അച്ഛൻ ഈ മണലാരണ്യത്തിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് അച്ഛൻ 3 വർഷക്കാലം അബുദാബിയിലും, തുടർന്ന് ഇപ്പോൾ ഇവിടെ ടോട്ടൽ 5 വർഷമാകുന്നു റസഖൈമ വന്നിട്ട്. അപ്പോൾ ചുരുങ്ങിയ 2 വർഷം 20 മാസം കൊണ്ടാണ് അച്ഛൻ ഇത്രയും മനോഹരമായ ദേവാലയം ഇവിടെ പണി കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ അച്ഛൻ്റെ എന്താ പറയുക ഉൾക്കാഴ്ച, അച്ഛൻ്റെ ആ ഭാവന എത്രയോ എങ്ങനെയായിരുന്നു വെച്ചാൽ അത്? കാരണം ഞാൻ മിഷനിലാണെങ്കിലും ആയിരുന്നപ്പോഴാണെങ്കിലും 4-5 ഇടവക ദേവാലയങ്ങൾ അവിടെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലാണെങ്കിലും ചെറിയ ചെറിയ ദേവാലയങ്ങൾ, മഠങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ. ഇപ്പം ഈ പണിയും പണിപ്പീരും എനിക്കൊരു പുത്തരിയല്ല. അപ്പം അതിൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ്, പരിചയം, സമ്പത്ത് എന്നെ വളരെ സഹായിച്ചു. അപ്പോൾ ഏതാണ്, എവിടെയാണ്, എന്താണ് വേണ്ടെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടുത്തെ കൺസ്ട്രക്ഷനും ഒരു വേറെ രീതിയാണ്. ഭാഷക്കാരും വ്യത്യാസമാണ്. പക്ഷേ ഞങ്ങൾ കേൾക്കുന്നു ഇവിടെ അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയം ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ ബേസ്മെൻറ്റും ഇതിൻ്റെ ഓരോ രീതികളും ഇതിൻ്റെ ഓരോ മുക്കും മൂലയും അച്ഛൻ്റെ കൈകൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്, അച്ഛൻ്റെ കണ്ണുകൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് വർക്കുകളും ഇവിടുത്തെ ഓഫീഷ്യൽ ഒത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട്. അച്ഛൻ ഒത്തിരി എഫർട്ട് ചെയ്തെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഇതിനൊക്കെ പുറകിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ മാതാവിൻ്റെ വലിയ ഭക്തിയും, അന്തോണീസ് പുണ്യാളൻ അച്ഛൻ അന്തോണീസ് അച്ഛൻ എന്നാണ് അച്ഛൻ വിശേഷിപ്പിക്കാറ് എളുപ്പമൊക്കെ. അപ്പോൾ ആ പുണ്യാന്മാരോടൊക്കെയുള്ള ഒരു ആഴമായ വിശ്വാസവും അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അതിൻ്റെ പുറകിലെന്ന്. തീർച്ചയായിട്ടും അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ലോ. കാരണം ഇവിടെ ഓരോ കാര്യത്തിലും നമ്മൾ എല്ലാത്തിനും പെർമിഷൻ നേരത്തെ എടുക്കണം, അതിൻ്റെയൊക്കെ പുറകെ ഒത്തിരി പോകണം. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഒന്നിനും ഒരു കാലതാമസം ഉണ്ടായില്ല. നമ്മളൊന്ന് അപ്ലൈ ചെയ്തല്ലേ അതിൻ്റെ പുറകെ പോയി ഉടനെ തന്നെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുമ്പോട്ട് നീങ്ങി. യാതൊന്നിലും
ഒന്നും ഒരു താമസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ അധികാരികളാണെങ്കിലും വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. ഇത് പള്ളിയാണ് എന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ, അല്ലാതെ ഇപ്പം നമ്മൾ എന്ത് പറയാനാണ്. അപ്പുറം എൻ്റെ വ്യക്തിപരമായ കഴിവുകളോ ഒന്നും. പക്ഷേ എല്ലാവരെയും കൂടെയൊക്കെ ഒന്നിച്ച് കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഇവിടെ എല്ലാത്തിനും കിട്ടി എന്നുള്ളതാണ്. പണിയുടെ കാര്യത്തിലാണെങ്കിലും അതിനുള്ള ഫണ്ടിലാണെങ്കിലും എല്ലാ ആൾക്കാരും, നമ്മുടെ ഇടവക്കാരും അല്ലാത്തവരും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ, എനിക്ക് തോന്നുന്നു അച്ഛൻ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാവരെയും ഇവിടെ വേറെ പ്രത്യേകമായിട്ട് ഈ വ്യക്തികളുടെയോ മറ്റു യാതൊരു വിഷയങ്ങളില്ലാണ്ടും എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു. 8 ഭാഷകളിൽ തന്നെ ദിവ്യബലി നടക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് നല്ലൊരു സഹകരണത്തിലും വളരെ ഐക്യത്തിലും പോകുന്നു. ആദ്യകാലത്തൊക്കെ റാസൽ ഖൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ അറിയത്തില്ല. എന്നാൽ ഇന്നിപ്പോൾ നമ്മളുടെ ഈ ദേവാലയം തീർന്നതിന് ശേഷം റാസൽ ഖൈമ വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് റാസൽ ഖൈമ ദേവാലയത്തിലേക്ക് ജനം വന്നുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ ഇവിടെ ഇപ്പം എല്ലാ കമ്മ്യൂണിറ്റിക്കാരാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതും, എന്ത് പറഞ്ഞാലും എല്ലാത്തിലും ഞങ്ങളുടെ അച്ഛൻ്റെ ഇടവകയിലെ വികാരി എന്ന് മാത്രമല്ല, ഇടവകയിലെ ഒരു നാഥനും ഒരു അപ്പനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ സമയം ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ അച്ഛൻ ആന്ധ്രയിൽ അത്രയും അങ്ങനെ ഒരു മിഷൻ പ്രവർത്തനത്തിനായിരുന്നുകൊണ്ടായിരിക്കാം അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സ്നേഹിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കിട്ടിയ അവസരം അച്ഛൻ പ്രായത്തെ തന്നെ മാറ്റിവെച്ചിട്ട് ഇറങ്ങി പ്രവർത്തിച്ചായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. അവിടെയാണ് ആയിരിക്കുമ്പോഴാണെങ്കിലും പുതിയ ഭാഷ, പുതിയൊരു കൾച്ചറ്, പുതിയ എല്ലാ രീതികളും തന്നെ വളരെ വ്യത്യസ്തമായ, നാട്ടിലിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതികളായിരുന്നു. പക്ഷേ എനിക്ക് ആരുമായിട്ടും ഏത് സാഹചര്യവുമായിട്ടും ഇണങ്ങിച്ചേരാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. എവിടെ ആയിരിക്കുന്നോ അവിടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ചെയ്യുക. ഞാൻ തന്നെ പല ഗ്രാമങ്ങളും മുഴുവനായിട്ടിങ്ങനെ മതം സ്വീകരിക്കുകയും ഇതെല്ലാം ഇന്നിപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ എന്തുമാത്രം അങ്ങ് ഡെവലപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും ഒന്നും അറിയാൻ മേലാത്ത ഒരു ജനം, അപ്പോൾ അവരുടെ മക്കളുടെ മക്കളൊക്കെ ആയപ്പോഴത്തേനും അവരൊക്കെ പഠിച്ച് വലിയ ജോലിക്കാരായി, വലിയ വീടുകളായി, വലിയ പള്ളി പണിതു. എല്ലാം കൊണ്ട് ഒരു വളരെ നമുക്ക് ചെന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പരിചയമെല്ലാം ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഏത് ഭാഷയെന്നോ ഏത് ഇതെന്നൊന്നും എനിക്ക് ഒരു വ്യത്യാസമില്ല. അപ്പം കേരളക്കാരാണെങ്കിലും ശരി, കൊങ്കണിക്കാരാണെങ്കിലും ശരി, തമിഴരാണെങ്കിലും ശരി, ഫിലിപ്പീനോസ് ആണെങ്കിലും ശരി, അറബിക്കാണെങ്കിലും ശരി, എല്ലായിടത്തും എല്ലാവർക്കും എൻ്റെ അടുത്ത് ആ സ്വാതന്ത്ര്യമുണ്ട്. ഞാനും അവരോട് അതുപോലെ തന്നെ ആരെയും മാറ്റി നിർത്താറില്ല. എപ്പോഴും ആര് വന്നാലും ഞാൻ അവൈലബിളാണ്. എല്ലാവരുടെ കാര്യത്തിലും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടും പിന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു പുണ്യ ക്ഷേത്രമാണിത്, പുണ്യ ദേവാലയമാണ്. അത് അങ്ങനെ തന്നെ അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം നമ്മുടെ UAE സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെ അറബിക് നാടുകളിലൊക്കെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്തോനീസിൻ്റെ പേരുള്ള ദേവാലയം ഇവിടെയുണ്ട് ഒരെണ്ണം. പിന്നെ ഒമാനിൽ സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെറിയ ദേവാലയമുണ്ട്. അപ്പം ഇതിങ്ങനെ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ എല്ലാ ഇടവകളിൽ നിന്നും വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ ധാരാളം പേരിവിടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം അന്തോനീസ് പുണ്യാളൻ്റെ ആ പോപ്പുലാരിറ്റി എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തും സാധിക്കും എന്നുള്ള ഒരു ബോധ്യമുണ്ട് എല്ലാവർക്കും. പിന്നെ ആ പള്ളിയിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം, ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം, പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ആൾക്കാരെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4-5 വർഷം കൂടെ കഴിയുമ്പോഴത്തേന് ഇത് വലിയൊരു സെൻറ്ററായിട്ട് മാറാൻ പോവുകയാണ്. കൂദാശയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കൂദാശയാണല്ലോ പൗരോഹിത്യം എന്ന കൂദാശ. ആ പൗരോഹിത്യ കൂദാശയിലൂടെ, ശുശ്രൂഷയിലൂടെ കഴിഞ്ഞ 38 വർഷക്കാലം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ്റെ ആ ടെസ്റ്റ് നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, വിളിയും ദൗത്യവും അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നു.
ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന്. ആ വിശുദ്ധമായ പാതയിൽ ജീവിക്കുമ്പോൾ, ആ വിശുദ്ധിയുടെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ദൈവം നടത്തുന്ന വഴികൾ, ഇവിടെ ആന്ധ്രയിൽ 30 വർഷക്കാലം മിഷണറിയായി വേല ചെയ്തപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, അവിടെ അന്ന് അച്ഛനായിരുന്നപ്പോൾ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് ആകുന്ന അവസ്ഥയിലെത്തി. അത്രമാത്രം അവിടെ വളർന്നുവെന്ന്. അച്ഛൻ അവിടെ നിന്ന് നേരെ പറിച്ചു നട്ടത് ഈ മണലാരണ്യത്തിലേക്കാണ്. ആ ആരോഗ്യമോ വയസ്സോ പ്രായമോ നോക്കാതെ തന്നെ അച്ഛൻ വന്നപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങിത്തിരിച്ച് ഇവിടെ ഈ ഇടവകയിലെ കുറവുകൾ നോക്കാണ്ട്, ചെറിയ ഇടവകയാണെന്നോ ചെറിയ സമൂഹമാണെന്നോ നോക്കാതെ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നതിലൂടെ സകലതും ചെയ്യുവാൻ കഴിയുമെന്നുള്ള പൗലോസപ്പോസ്തലൻ്റെ വാക്കുകളിലൂടെ അച്ഛൻ ഇറങ്ങി തിരിച്ചതിനാലാണ് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം. ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ നമുക്ക് തോന്നുന്നു ഇതുപോലൊരു ദേവാലയം കാണാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഭക്തജനങ്ങൾ വന്നു പോകുന്നൊരിടമാണ്. ചില ആഴ്ചകളിൽ 5000-6000 ജനങ്ങൾ ഈ ദേവാലയത്തിൽ വന്നു പോകുന്നുണ്ട്. ഇവിടെ ആദ്യകാലങ്ങളിൽ പഴയ ദേവാലയത്തിൽ വെച്ച് ഒന്ന് സ്വസ്ഥമായി കുർബാന കാണാൻ പോലും പറ്റത്തില്ല. അതുപോലെ തിക്കുമായിരുന്നു ചില വിശേഷ ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ ഇത്രയും മനോഹരമായ ദേവാലയം തന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഇതിൻ്റെ പുറകിൽ ബഹുമാനപ്പെട്ട നമ്മുടെ തോമസ് അമ്പാട്ടൂരി അച്ഛൻ്റെ കഠിന പ്രയത്നം മാത്രമല്ല, അതിവിശുദ്ധമായ പ്രാർത്ഥന, അത് വലിയൊരു ശക്തിയായിരുന്നു. ആ അന്തോണി സുണ്ടാളനോടും പരിശുദ്ധ അമ്മയോടും ചേർന്നുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയിലൂടെ ഇടവകയെ നവീകരിക്കപ്പെടാൻ സാധിച്ചു. ഇടവകയെ തന്നെ 3-4 സോണുകളായി തിരിച്ചുകൊണ്ട് പല നല്ല പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഈ ഇടവക കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഇനിയും എനിക്ക് ചോദിക്കുവാനുള്ളത്, അച്ഛൻ്റെ കുടുംബത്തിൽ ഒരുപാട് അംഗസംഖ്യ ഉണ്ടെന്നും ഒത്തിരി ദൈവവിളി ഉണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വിവരിക്കാവോ? ഞങ്ങൾ 13 മക്കളാണ്. അത് ഞങ്ങൾ 13 മക്കളിൽ ഞങ്ങൾ സന്യസ്തരായിട്ട് 5 പേരുണ്ട്. എൻ്റെ 2 സിസ്റ്റേഴ്സ്, ഏറ്റവും മൂത്ത സിസ്റ്ററും പിന്നെ എൻ്റെ ഇളയ ഒരു സിസ്റ്ററും, ഒരു സിസ്റ്റർ ക്ലൂനി, സിസ്റ്റേഴ്സ് ഓഫ് ക്ലൂനി എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിൽ സേലത്തുണ്ട്. എൻ്റെ ഇളയ സിസ്റ്റർ ഇപ്പോഴും ഗുജറാത്തിലാണ്. എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ സെൻറ്റ് പോൾ, സൊസൈറ്റി ഓഫ് സെൻറ്റ് പോളിലെ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ഒരു 5-6 വർഷം മുമ്പ് മരിച്ചുപോയി ക്യാൻസറായിട്ട്. പിന്നെ എൻ്റെ വേറൊരു ജ്യേഷ്ഠൻ തന്നെ കപ്പുച്ചൻ സഭയിലുണ്ട്, നോർത്ത് ഇന്ത്യൻ മിഷനിൽ വർക്ക് ചെയ്യുന്നു, ഒരു ബ്രദറായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ 5 പേര് ദൈവം ഈ ദൈവവിളി ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചു. എല്ലാവരും തന്നെ ബാക്കിയുള്ളവരെല്ലാവരും വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യയുടെ പല സ്ഥലത്തായിട്ട് ജീവിക്കുന്നു. ഇളയ ബ്രദർ സ്റ്റേറ്റ്സിലാണ്. പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ ഡൽഹിയിൽ സെറ്റിലായിട്ടുണ്ട്. വേറൊരു സിസ്റ്റർ ചെക്ക് റിപ്പബ്ലിക്കിലുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യയിലൊക്കെ ആയിട്ട്. അപ്പനും അമ്മയും മരിച്ചു. എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്ന അനിയൻ, പുള്ളി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ബാക്കി ഞങ്ങൾ 11 പേര് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. സത്യം ഭാഗ്യപ്പെട്ട മാതാപിതാക്കൾ 13 മക്കൾക്ക് ജന്മം നൽകുവാനും 5 പേരെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനും ഇന്ന് അതിൽ അച്ഛനിലൂടെയൊക്കെ ആയിരങ്ങൾ കർത്താവിനെ കൂടെ അറിയുവാനൊക്കെ ദൈവം ഉപയോഗിച്ചു. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. ഈ അച്ഛൻ്റെ മറ്റ് സിസ്റ്റേഴ്സിനെയും മറ്റ് പ്രദേശത്തിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവർക്കും എല്ലാ മിഷണറിമാർക്കും ഇതൊരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ ഈ സാക്ഷ്യത്തിനും അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണുവാനും ഇതുപോലെ കേൾക്കുവാനും സാധിച്ചതിൽ വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്. ഇനിയും അച്ഛന് കൂടുതൽ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം പ്രാപ്തനാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛന് ഇനിയും എന്താണ് അച്ഛൻ്റെ പുതിയ പദ്ധതികളായിട്ട് മനസ്സിലുള്ളത്? പുതിയ പദ്ധതികളായിട്ട് ഇനിയിപ്പോൾ ഉള്ളത് ഇടവക കൂടുതൽ ശക്തിപ്പെടുത്തുക. എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു ഗ്രൂപ്പിസോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുക.
പ്രാർത്ഥനയിലേക്കും അതുപോലെ വിശുദ്ധ ബലിയിലേക്കൊക്കെ ആൾക്കാരെ കൂടുതലായിട്ട് കൊണ്ടുവരിക. പിന്നെ എല്ലാ കാര്യത്തിലും ആൾക്കാരുടെ സഹകരണം എനിക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം കർത്താവ് നടത്തുന്നു എന്നല്ലാതെ ഇപ്പം എന്താ പറയുക? അപ്പം നമ്മളെല്ലാം വെറുതെ ഒരു നിമിത്തം, ഒരു ഉപകരണം എന്നുള്ള ആ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഈ സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. സോളമനെ അനുഗ്രഹിച്ച ദൈവം അച്ഛൻ തമ്മിൽ ദേവാലയം തീർത്ത അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ഈ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന ഇടവക യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട്, യാതൊരു ഗ്രൂപ്പിസമില്ലാണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളും ഇത്ര സ്നേഹത്തോടും ഐക്യത്തോടും കൊണ്ടുപോകുവാൻ ദൈവം അച്ഛനെ പ്രത്യേകം കൃപ നൽകിയതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സോളമൻ തീർത്തൊരാ ദേവാലയത്തിൽ പൂജ്യമാം ബലിവേദിയിൽ അഗ്നിയായി ദൈവം വന്നതുപോൽ ഇന്നീ ബലിയിൽ വന്നിടണേ. സോളമൻ തീർത്തൊരാ ദേവാലയത്തിൽ പൂജ്യമാം ബലിവേദിയിൽ അഗ്നിയായി ദൈവം വന്നതുപോൽ ഇന്നീ ബലിയിൽ വന്നിടണേ. സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ, പൂജ്യമായി മാറ്റണേ ഈ അർപ്പണം. വൈദികൻ കൈകളിൽ ഉയർത്തും ഈ കാസയിൽ ചേർക്കുന്നു കാഴ്ചയായി എൻ ജീവിതം. ജീവിത ക്ലേശങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും, ജീവിത ക്ലേശങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും അങ്ങേ സന്നിധേ നൽകാം. ആബേലിൻ ബലി പോൽ സ്വീകരിക്കൂ. അങ്ങേ സന്നിധേ നൽകാം. ആബേലിൻ ബലി പോൽ സ്വീകരിക്കൂ. സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ, പൂജ്യമായി മാറ്റണേ ഈ അർപ്പണം. വൈദികൻ കൈകളിൽ ഉയർത്തും ഈ കാസയിൽ ചേർക്കുന്നു കാഴ്ചയായി എൻ ജീവിതം. പെസഹ തിരുനാളിൽ ശിഷ്യരോടോതി ദിവ്യനാഥൻ. പെസഹ തിരുനാളിൽ
ശിഷ്യരോടോതി ദിവ്യനാഥൻ ലോകാന്ത്യത്തോളം തുടരാം ഇസ്രായേലായി നവജനമായി ലോകാന്ത്യത്തോളം തുടരാം ഇസ്രായേലായി നവജനമായി സോളമൻ തീർത്തൊരാ ദേവാലയത്തിൽ പൂജ്യമാം ബലിവേദിയിൽ അഗ്നിയായി ദൈവം വന്നതുപോൽ ഇന്നീ ബലിയിൽ വന്നിടണേ സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ പൂജ്യമായി മാറ്റണേ ഈ അർപ്പണം വൈദികൻ കൈകളിൽ ഉയർത്തും ഈ കാസയിൽ ചേർക്കുന്നു കാഴ്ചയായി എൻ ജീവിതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദൈവത്തിന് സ്തുതി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com. പരിശുദ്ധ